എല്ലാവരും ഒന്ന് വന്നേ, നമുക്ക് ഇതിൻ്റെ ഓയിലൊന്ന് ചേഞ്ച് ആക്കിയാലോ. വാ, താഴേക്ക് പോവാം. ഇതുപോലൊരു പഴയ ബക്കറ്റ് വേണം. അതെടുത്ത് വെച്ചതിന് ശേഷം താഴെ കാണുന്നതിന് ഓയിൽ പാൻ, ഇതിനകത്താണ് ഓയിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ നട്ടുണ്ട്, ആ നട്ട് തുറന്നു വിടുക. കറക്റ്റായിട്ട് തുറന്നു ബക്കറ്റ് വിടണം. താഴേക്ക് വീണാൽ വീട്ടിൽ ഓടിക്കും, കയ്യിൽ വീണ് കഴിഞ്ഞാൽ കൈയും പ്രശ്നമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇളക്കാനുള്ളതെന്ന് പറയുന്നത് ഓയിൽ ഫിൽറ്ററാണ്. ഈ കാണുന്ന കറുത്ത സാധനമാണ് ഓയിൽ ഫിൽറ്റർ. ഇത് നമ്മൾ ലൂസ് ചെയ്ത് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഓയിൽ താഴോട്ട് വരും. സൂക്ഷിച്ചോളണം. ഇതുപോലെ താഴോട്ട് കയ്യിലൊക്കെ വീഴും. അപ്പോൾ അത് സൂക്ഷിച്ചോളണം. താഴെ തുണിയൊക്കെ ഇട്ടിട്ട് ഇളക്കണം. വീട്ടുകാരില്ലെങ്കിൽ ഓട്ടിക്കും. ഇത് ഇളക്കിയെടുത്ത് അയ്യോ താഴെ പോയി. ഇതിപ്പോൾ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ ഫിൽറ്റർ എടുക്കുക. അതിൻ്റെ റബ്ബറിൽ കുറച്ച് ഓയിൽ നനച്ചിട്ട് ഇതങ്ങോട്ട് ടൈറ്റ് ചെയ്യുക. നമ്മൾ വണ്ടി ഓയിൽ ചേഞ്ച് ആക്കുന്ന സമയത്ത് ഒരു അറ്റ്ലീസ്റ്റ് 1 ഹവറെങ്കിലും വണ്ടി ഓഫാക്കിയിട്ടേക്കണം. അപ്പോൾ കംപ്ലീറ്റ് ഓയിൽ തണുത്ത് താഴെ നടക്കും. ഊരിയെടുക്കാനൊക്കെ എളുപ്പമാണ്. കയ്യിലൊന്നും വീഴുന്ന പ്രശ്നം വരത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം താഴത്തെ ഓയിൽ പാൻറ്റ് നമ്മൾ ആദ്യം ഇളക്കിയ നട്ടില്ലേ, അതും ടൈറ്റ് ചെയ്യണം. അതും ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ഫണൽ എടുക്കുക. അപ്പോൾ ഫണലില്ലാത്തവർ ഇതുപോലെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ വെച്ച് കൊടുത്താൽ മതി. ആ മുകളിലത്തെ ക്യാപ്പ് ഇളക്കിയിട്ട് ഈ സാധനം എടുത്ത് അവിടെ ഇങ്ങനെ ഇതുപോലെ വെക്കണം. എന്നിട്ട് ഓയിൽ അതിനകത്തോട്ട് ഒഴിക്കുക. അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ അളവ് ഓയിലാണ്, ഓരോ ഗ്രേഡിൻ്റെ ഓയിലുമാണ്. അത് നമ്മൾ കടയിൽ പറയുമ്പോൾ തന്നെ അവർ അതിനനുസരിച്ചുള്ള ഓയിൽ തരും. ഇത് ഓയിൽ ഞാൻ എടുത്തിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് മാരുതി സുസുക്കി എക്സ്പ്രസോ എന്ന് പറയുന്ന വണ്ടിയിലാണ്. 3.5 ലിറ്റർ ഓയിലാണ്. 0W16 അങ്ങനെ എന്തോ നമ്പറാണ്. അപ്പോൾ അത് മേടിച്ച് ഇതിനകത്തോട് ഒഴിച്ചു. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഈ ഗേജ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവറിയാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരാക്കുറവ് ഉണ്ടെങ്കിൽ അതും പറയുക. ഞാൻ അടുത്ത വീഡിയോയിലെല്ലാം സെറ്റാക്കാം. അപ്പോൾ താങ്ക് യു.